നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡെക്സ് അനലൈസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇതിനകത്ത് ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്, ഇൻട്രാഡേ ലെവൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാറുള്ളൂ. ഓക്കെ, സോ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നിഫ്റ്റി ഈ ഒരു ലെവൽസാണ് ഞാൻ ഇന്നലത്തെ വീഡിയോ ഞാൻ ഇന്നലെയാണ് നിങ്ങളുടെ കൂടെ ഈ ലെവൽസ് ഷെയർ ചെയ്തായിരുന്നു. ഓക്കെ, സോ ഈ ഒരു സ്ട്രക്ചർ ബേസിലാണ് ഇപ്പോൾ നിഫ്റ്റി മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുകളിലേക്ക് പോകാനുള്ള ഒരു ഇതിലേക്കാണ് നിൽക്കുന്നു. ബട്ട് ഇനി ഇവിടെ ഒരു പറയാനുള്ളത് എനിക്ക് ഫസ്റ്റ് നമ്മുടെ ഇത് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ഒരു നമ്മുടെ എൻഡിങ് ഡയഗണൽ. ഓക്കെ, ഇത് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത് ആയിട്ടില്ല, കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. എവിടത്തെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, നമുക്ക് ഇതിൻ്റെ കൺഫർമേഷൻ കിട്ടില്ല. ഈ ഒരു ലോ നാളെ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ, ഓക്കെ, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ദറ്റ് മീൻസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരുമോ, ഓർ അവിടെ നിന്ന് വീണ്ടും റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴേക്ക് വരുമോ, അതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഈ ഒരു താഴത്തെ സപ്പോർട്ട് ലൈൻ്റെ കൺഫർമേഷൻ സ്റ്റിൽ നമുക്കില്ല. ഓർ നാളെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ വീണ്ടും ഇത് നമ്മൾ നോക്കേണ്ടി വരും, ഈ ലോ എവിടെയാണ്. സോ മീൻസ് ഉദ്ദേശം ഈ ഒരു ഞാൻ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ലോ ഇതാണ്. ഓക്കെ, ഈ സ്പോട്ട് ലോ ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഈ ഒരു ലീഡിങ് ഡയഗണൽ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ബാക്കി ഇത് സപ്പോർട്ടായിട്ട് മാറി ഇപ്പോൾ സ്ട്രക്ചറിൽ. ഓക്കെ, സോ പ്രൈസ് നമ്മുടെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മൂവ് ആവുന്നത്, ഇപ്പോൾ ഇവിടുന്ന് 1 2 3 ഇത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. 3 ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. 3 നമ്മുടെ എവിടെ വരെ പോകും, ഇപ്പോൾ ഞാൻ നമ്മുടെ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 കൗണ്ടിങ് എലിയറ്റ് വേവിൻ്റെ. സോ ആ ബേസിൽ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സോ നിയർ മിനിമം 127% അറൗണ്ട് പോകേണ്ടതാണ്. 127% വരുന്നത് 127 മുകളിൽ നോക്കിക്കുക 23,848 850. ഓക്കെ, മിനിമം. ഓക്കെ, ആൻഡ് അതിൻ്റെ അബവ് ഓരോരോ ലെവൽസ് ഉണ്ട്. 24,000 മാക്സ് ഒക്കെ പോകാറുണ്ട് ഈ ഒരു തേർഡ് വേവ്. ആൻഡ് ദെൻ റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴേക്ക് വീണ്ടും ഒരു റിട്രേസ്മെൻറ്റ്, ദെൻ വീണ്ടും ഒരു പുൾ ബാക്ക് ആണ് പോകാറുള്ളൂ യൂഷ്വലി. നമുക്ക് നോക്കാം എങ്ങനെ ഇൻട്രാഡേ. ഇപ്പോൾ 23,850 അല്ല റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെയാണ്. ഇത് ഒരു 850 ഈ ഒരു ഏരിയ ആണ് കേട്ടോ. 870 ആണ് വരുന്നത് കണ്ടോ. 870 എങ്ങനെ ഈ ഒരു ഇവിടെ കണ്ടോ. 1 റെസിസ്റ്റൻസ്, സെക്കൻഡ് റെസിസ്റ്റൻസ്, തേർഡ് റെസിസ്റ്റൻസ്, ആൻഡ് വീണ്ടും ഇവിടെ റെസിസ്റ്റൻസ് ആൻഡ് ഒരു ഹ്യൂജ് ഫോൾ. ഓക്കെ, സോ ഓവറോൾ ഈ ഒരു സോൺ സെല്ലിംഗ് സോൺ ആയിരിക്കും. പ്രഷർ ഉണ്ടാവും. മേ ബി നാളെ ഓപ്പണിംഗ് ഇവിടെ ആണെങ്കിൽ വീണ്ടും ചിലപ്പോൾ താഴേക്ക് വന്നിട്ട് ഫോർത്ത് വേവ് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ സപ്പോർട്ട് എടുക്കും. ഇവിടെ എടുക്കുന്നു, എവിടെ എടുക്കുന്നു അത് നോക്കേണ്ടി വരും. സപ്പോർട്ട് വീണ്ടും മുകളിലേക്ക് ഒരു പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ബട്ട് അതെല്ലാം നമ്മുടെ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. റൈറ്റ്, റെസിസ്റ്റൻസ് ഞാൻ ഇത് കൊടുത്തിട്ട് സപ്പോർട്ട് ഇതായി. പിന്നെ ഇനി ഈ സപ്പോർട്ട് മാറി ഇവിടെ ഓക്കെ 23,565 വന്നു. പിന്നെ ഈ ഒരു സപ്പോർട്ട് കാരണം എന്തിനേയും സപ്പോർട്ട് ഇവിടേക്ക് വന്നു. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് കണ്ട ഒരു സ്മോൾ പിൻബാർ പോലത്തെ, പിൻബാർ അല്ല, ജസ്റ്റ് ഒരു പ്രൈസ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് പൊക്കി 23,565. ഓക്കെ, പിന്നെ റെസിസ്റ്റൻസ് ഈ ഒരു റെസിസ്റ്റൻസ് 24,070 അത് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ തന്നെ ആയിരിക്കുള്ളൂ. റീസൺ എന്താണ്? ആ റീസൺ നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു ലെഗ് ഉണ്ടോ, ഇതിൻ്റെ നമ്മുടെ ഫിബൊനാച്ചി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് എടുക്കാം. ഇത് ഈ ഒരു ഹൈ ടു ലേറ്റസ്റ്റ് അടിച്ച ലോ. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ 127% എവിടെ വരുന്നത് 24,070 ഈ ഒരു ഏരിയ അവർ കണ്ടോ. 127% ആണ്. എന്നാൽ പ്രൈസ് മിനിമം എത്ര വരെ പോകാറുണ്ട്. സോ മേ ബി ഒരു ചാൻസസ് ഉണ്ടാകും, ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ ഉള്ള ചാൻസസ് ഉണ്ടാകും. ഈ ഒരു ഗ്യാപ്പ്. സോ ഈ ഒരു ഗ്യാപ്പ് നല്ല ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ടാണ് മാറുന്നത്. അത് മറക്കരുത് കണ്ട. ഈ ഒരു സോൺ നല്ല റെസിസ്റ്റൻസ് ആയിട്ടാണ് മാറുള്ളൂ. നാളെ 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ഇത് വരുന്നത്. സോ ഈ ഒരു ഞാൻ തിക്കായി റെഡാക്കി മാർക്ക് ചെയ്യും. ഓക്കെ, 24,070 to 150 വരെ ഇത് നല്ല ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാറും. മേ ബി നാളെ പ്രൈസ് അവിടെ കിട്ടുവാണെങ്കിൽ അവിടെ നിന്ന് അതിൻ്റെ അബവ് പോകാനുള്ള ചാൻസസ് കുറവാണ്. ബാക്കി റിജക്ഷൻ ക്യാൻഡിൽ നോക്കിയിട്ട് വേണം ഇവിടുന്ന് ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സോ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. ഇനി ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ട്രയാങ്കിളുടെ ബ്രേക്ക് ഡൗൺ ആൻഡ് വീണ്ടും ബ്രേക്ക് ഔട്ട് ഒക്കെ അങ്ങനെയാണ് നടക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ.
റെസിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റിയിൽ ഇത് തന്നെയാണ് 51,380. ഇപ്പോൾ ഇനി മാറി വന്നത് ഈ ഒരു ഹൈറ്റ് എവിടെയാണ് 51,330. ഓക്കെ, സപ്പോർട്ട് സോൺ ഇത് ഇവിടെ വന്നിരിക്കുകയാണ് 51,000ലേക്ക്. ബാങ്ക് നിഫ്റ്റിയിൽ വലിയ സ്ട്രക്ചറിൽ വലിയ ഒരു പ്രത്യേകിച്ചൊന്നും ഇല്ല. ബട്ട് യെസ്, ബൗൺസ് വന്നാലും സെൽ ഓഫ് തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. 51,335 അബവ് സസ്റ്റൈൻ സ്ലോലി മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും 51,900 വരെ. ഓക്കെ, പിന്നെ ആ ഒരു മാക്സ് ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ. ഓക്കെ, 52,000 ആ ഒരു ഗ്യാപ്പ്. ഓക്കെ, നല്ല ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ഈ ഗ്യാപ്പ് മാറുന്നത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലും. ഓക്കെ, ബാക്കി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് സ്ട്രക്ചറിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എനിക്ക് പറയാനുള്ളത്. ട്രാങ്കലോ അങ്ങനെ ഇങ്ങനെ ഒക്കെ ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല. അത്രയ്ക്ക് പ്യൂർ മാർക്കറ്റ് അല്ല. ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് ലൈൻ വരുന്നു, അത്രേ ഉള്ളൂ. ഉണ്ടോ ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ? അതൊന്നും പെർഫെക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചോളൂ നാളത്തേക്ക്. ഇങ്ങനെ മാർക്കറ്റിൽ നല്ലൊരു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയും. ബട്ട് സ്ട്രക്ചറിൽ അങ്ങനെ ഒന്നും ക്ലിയർ ഒന്നും ഇല്ല. ക്ലിയർനെസ് ദാറ്റ് മീൻസ് സ്കാൽപ്പ് ചെയ്യുക, ചെറിയ ചെറിയ പോയിന്റ്സ് നമുക്ക് കിട്ടിയാൽ നമുക്ക് എടുക്കുക ആൻഡ് മാറുക. അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.